ഇന്ത്യ ബ്ലോക്കിൽ എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ ഒരു പ്രചാരണം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം CPM BJP ഡീൽ എന്ന് മറുതലക്കലിൽ ഖാർഗെ പറയുന്നുണ്ട്. അങ്ങ് ഉന്നയിച്ച ഇതിൽ ഇതുവരെയും ഒരു മറുപടി പറയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തന്നെയാണ്, വിമർശിക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില മാന്യതയും നിലവാരവുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ RSSനെയും BJPയെയും രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും തടയാനും നേരിടാനും CPIMനോളം പൊരുതിയിട്ടുള്ള, അതിൻ്റെ ഭാഗമായി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നിട്ടുള്ള വേറെ ഏതെങ്കിലും പാർട്ടിയുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അത്തരമൊരു സംസ്ഥാനത്ത് വന്നിട്ട് CPMും BJPയുമായി ഡീലുണ്ട് എന്ന് പറയുന്നതിനെ അസംബന്ധമെന്ന് മാത്രമേ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അത്തരം അസംബന്ധങ്ങൾ പറയുന്ന ജോലി സംസ്ഥാനത്തെ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്തിട്ട് അഖിലേന്ത്യാ നേതൃത്വം ശ്രീ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും മറ്റും കുറെ കൂടി ഗൗരവമുള്ളതും കെട്ടിച്ചമയ്ക്കാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. പിണറായി വിജയനെ ആലിംഗനം ചെയ്യണം രാഹുൽ ഗാന്ധി എന്ന് ഒരിക്കലും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. ആലിംഗനം എന്നുള്ളത് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനുള്ളതല്ല, പരസ്പരം തോന്നുമ്പോൾ സ്നേഹവും സൗഹൃദവും പ്രകടിപ്പിക്കാൻ വേണ്ടി ചെയ്യാനുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് തൻ്റെ പ്രതിപക്ഷ നിരയിൽപ്പെട്ട അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിയെ കേന്ദ്രം അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ED എന്തുകൊണ്ട് കേസെടുത്ത് റെയ്ഡ് നടത്തുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചത്. ഇതേ ചോദ്യം ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി ശ്രീ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി നിൽക്കുമ്പോൾ, ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ കേജ്രിവാളിനെതിരായിട്ടും ഈ ആരോപണം ആദ്യം ഉന്നയിച്ചത്, ആക്ഷേപം ഉന്നയിച്ചത് പിന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. എന്നിട്ട് അദ്ദേഹത്തെ ശ്രീ കേജ്രിവാളിനെയും സിസോദിയെയും എല്ലാം ആ കേസിൽ നിന്ന് ഇപ്പോൾ വിചാരണ കോടതി എക്സോണറേറ്റ് ചെയ്യുകയുണ്ടായി, വെറുതെ വിടുകയുണ്ടായി. പിന്നെ CPIMൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന CPIM അംഗം തന്നെയാണ് പ്രബീർ പുരകായസ്ഥ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചെയർമാനായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് വേട്ടയാടപ്പെട്ട ആളാണ്, ജയിലടയ്ക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമം, നിങ്ങളെപ്പോലുള്ളൊരു മാധ്യമമാണ്, ഓൺലൈൻ മാധ്യമമാണ്. അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നും നടന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിനെ റെയ്ഡ് നടത്തി മാസങ്ങളോളം, എത്ര, ഒരു വർഷത്തിനടുത്തോ മറ്റോ അദ്ദേഹം ജയിലിൽ കിടന്നു, തിഹാർ ജയിലിൽ കിടന്നു. രോഗിയാണ്, 70 വയസ്സ് കഴിഞ്ഞാലാണ്. ഇപ്പോൾ ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ഇന്നലത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ED സമർപ്പിച്ച കുറ്റപത്രം തന്നെ ഒരു കുറ്റവും അതിനകത്ത് കോടതിക്ക് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള അസംബന്ധ കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഇതാണ് പൊതുവിൽ നടക്കുന്നത്. DMKയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ ഒരു മൂന്നാം മുന്നണി രൂപം കൊള്ളുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. CPM ഏത് നിലപാടാണ് സ്വീകരിക്കുന്നത്? ഇന്ത്യ ബ്ലോക്കുമായി സഹകരിച്ച് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ആലോചന CPM ആ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. രാഹുൽ ആ വിഷയത്തിൽ അങ്ങനെ ഒരു സമീപനമാണോ എടുത്തത്? ഈ DMKയുടെ വിഷയത്തിൽ വിഷയത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സമീപനം ആ യോഗത്തിൽ വളരെ വ്യക്തമായിരുന്നില്ല. CPIMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയമാണ് രാഷ്ട്രീയമായ നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം മാർഗനിർദ്ദേശം നൽകുന്നത്. അതനുസരിച്ച് RSS എന്ന ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വിസ്തൃതമായ രാഷ്ട്രീയ പാർട്ടികളുടെ സമരനിര പടുത്തുയർത്തണം എന്നുള്ളതാണ്. അതിൽ പല വിയോജിപ്പുകളുമുള്ള കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളുമായി പോലും ഈ രാഷ്ട്രീയ സമര മുന്നണി പടുത്തുയർത്തുന്നതിൽ സഹകരിക്കണം CPIM എന്നുള്ള കാഴ്ചപ്പാടാണ്. അതിന് പുറമെ ഈ രാഷ്ട്രീയ പോരാട്ടം മാത്രം പോരാ, സാംസ്കാരിക രംഗത്ത്, സൈദ്ധാന്തിക രംഗത്ത്, പ്രത്യയശാസ്ത്ര രംഗത്തെല്ലാം RSSനെതിരായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടാണ് CPIMനുള്ളത്. അപ്പോൾ ഇന്ത്യ ബ്ലോക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIM. DMKയോടുള്ള സമീപനത്തിൽ കോൺഗ്രസിനെ പിഴച്ചു, അത് ആ പിഴവ് ചരിത്രപരമായ പിഴവ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ CPIM? അല്ല, അത് ഒരു മുന്നണിയുടെ ഭാഗമായി ജയിക്കുക, DMK മുന്നണിയുടെ ഭാഗമായിട്ടാണ് 5 സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. തമിഴ്നാട്ടിൽ നിന്ന് രാജ്യസഭയിലേക്ക് അവസാനം നടന്നൊരു തിരഞ്ഞെടുപ്പുണ്ട്, ഇലക്ഷന് മുമ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ്. ആ രാജ്യസഭാ സീറ്റും DMKയോട് സംസാരിച്ച് കോൺഗ്രസ് നേടിയെടുത്തു. കോൺഗ്രസിന് രാജ്യസഭയ്ക്ക് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള അംഗബലമൊന്നും തമിഴ്നാട് അസംബ്ലിയില്ല, വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. അപ്പോൾ DMKയുടെ കൂടെ നിന്നിട്ട് രാജ്യസഭാ സീറ്റ് നേടുന്നു. DMKയുടെ ഭാഗമായിട്ട് മത്സരിച്ച് പിന്നെ ഏതാനും സീറ്റുകൾ, 5 സീറ്റ് നേടുന്നു. CPIMൻ്റെ എല്ലാം സീറ്റ്, CPMൻ്റെയും CPയുടെയും സീറ്റ് ഓരോന്ന് കണ്ട് കുറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് അസംബ്ലിയിലേക്ക് 3 സീറ്റ് കൂടുതൽ നേടി, ഈ രാജ്യസഭാ സീറ്റ് നേടിയതിന് പുറമെ DMKയിൽ. അങ്ങനെ DMKയുടെ വാത്സല്യവും പരിചരണവും പരിഗണനയും ആവോളം ആസ്വദിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, 5 സീറ്റിൽ ജയിക്കുന്നു.
TVKയ്ക്ക് ഗവൺമെൻറ് രൂപീകരിക്കാൻ ഭൂരിപക്ഷമില്ലാത്തപ്പോൾ രാഷ്ട്രീയമായി CPIM ഒരു നിലപാടെടുത്തു. ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി എന്നുള്ള നിലയിൽ TVKയെ വിളിക്കണം. അത് വിളിക്കാതിരിക്കുന്നത് ഒരു RSS നയമാണ്, ഗവർണറുടെ RSS ബന്ധമാണ് വിളിക്കാതിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു നിലപാട് CPIM എടുക്കുന്നു എന്നുള്ള കാര്യം DMK നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടാണ് CPM-ഉം CPI-യും BCK-യും ആ നിലപാടെടുത്തത്. കോൺഗ്രസോ നേരെ DMK-യോട് ഒരു വാക്ക് പറയാതെ അവിടെ പോവുകയും ധാരണ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരണം. ഇപ്പോൾ 2 മന്ത്രിമാരുണ്ട്. ആ 2 മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവർ DMK-യുടെ ഭാഗമായി ജയിച്ച വോട്ട് കൊണ്ടാണ്. ആദ്യം ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വന്നു TVK വന്നതിന് ശേഷം. ആ രാജ്യസഭാ സീറ്റും ഈ 5 നിയമസഭാംഗങ്ങളുള്ള കോൺഗ്രസ് കീശയിലാക്കിയിരിക്കുക. അപ്പോൾ അധികാരത്തിൻ്റെ ഒരു വല്ലാത്ത ആർത്തി നമ്മുടെ OV വിജയൻ്റെ ധർമ്മപുരാണം എന്ന് പറയുന്ന നോവലിനകത്ത് ആവിഷ്കരിക്കപ്പെടുന്ന ഒരു ആർത്തിയുണ്ട്. അതാണ് കോൺഗ്രസ്. ഒരു ജനാധിപത്യ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. മൂന്നാം മുന്നണിയുടെ സാധ്യത ഇത്രയും മതി. ഇന്ന് നമുക്ക് ഇത്രയും മതി. നമ്മുടെ സെമിനാറിന് CPM ജനറൽ സെക്രട്ടറി MA ബേബി സംസാരിക്കുകയായിരുന്നു. കോൺഗ്രസിനെതിരായ അതിരൂക്ഷ വിമർശനമാണ് CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തോടുള്ള ആർത്തി അങ്ങേയറ്റം ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. ഒരു CPM-ന്റെ ദേശീയ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് സമീപകാലത്ത് കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ട് ഇങ്ങനെയൊരു വിമർശനം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴും ആ നിലപാട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലെടുത്ത നിലപാടിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ നിലക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ അതിനകത്ത് രാഹുൽ ഗാന്ധിയൊക്കെ നടത്തിയ പരാമർശങ്ങളും മറ്റും, ഇന്ത്യ മുന്നണിക്കകത്ത് നടത്തിയ പരാമർശങ്ങളും മറ്റും ശരിയായിട്ടുള്ളതല്ല, രാഷ്ട്രീയമായിട്ട് മാന്യതയുള്ള കാര്യങ്ങളല്ല. കേരളത്തിൽ അസംബന്ധം പറയുന്നത് കേരളത്തിലെ പ്രാദേശിക നേതൃത്വത്തിന് കൊടുത്തിട്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള ആളുകൾ കുറെ കൂടെ ഗൗരവതരമായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ മുന്നണി യോഗത്തിനകത്ത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൻ്റെ മുഴുവൻ വേർഷൻ അദ്ദേഹം തന്നെയും ഇന്നലെ പുറത്തേക്ക് വിട്ടിരുന്നു. അതോടുള്ള പ്രതികരണം മാധ്യമങ്ങളെ തേടിയപ്പോഴാണ്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഏറ്റവും രൂക്ഷമായിട്ട് മുന്നണിക്കകത്തെ ഘടകകക്ഷികളുടെ നേതാക്കളിൽ ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് CPM-നെയും പിണറായി വിജയനെയുമാണ്. അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാനാകില്ല എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ആരും ആലിംഗനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള മാന്യത കാണിക്കണം എന്ന നിലക്കാണ് MA ബേബി സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗത്തിൽ ഈ DMK-യോട് കാണിച്ച അങ്ങേയറ്റം അമാന്യമായിട്ടുള്ള നടപടി കോൺഗ്രസിൻ്റേത്, DMK-യോടൊപ്പം ചേർന്ന് നിന്ന് രാജ്യസഭ അധികാര പദവി ഉൾപ്പെടെയുള്ളവ നേടിയതിനു ശേഷം ഇപ്പോൾ ജയിച്ച് മന്ത്രിമാരായിരിക്കുന്നത് പോലും DMK-യോടൊപ്പം നിന്ന് നേടിയ കരുത്തിൻ്റെ ബലത്തിലാണ്. പക്ഷേ എന്നിട്ട് ഇങ്ങനെയൊരു രാഷ്ട്രീയ മാന്യതയില്ലാത്ത നടപടി ചെയ്ത് ശരിയായില്ല എന്ന രണ്ടാം ഭാഗത്തെ രൂക്ഷ വിമർശനം CPM-ന്റെ ഒരു ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് സമീപകാലത്തുണ്ടാകുന്ന അതികർക്കശമായിട്ടുള്ള കോൺഗ്രസ് വിരുദ്ധ നിലപാടാണ്. അതാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയത്. MA ബേബി